നമസ്കാരം. ഇൻഫോർ ന്യൂസിന്റെ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജലനിരപ്പ് ഉയർന്നതിനാൽ പീച്ചി ഡാം തുറന്നു. മണലി, കരുവന്നൂർ പുഴകളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. പടിയൂർ എടതിരിഞ്ഞിയിൽ കനാലിൽ വീണ് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ കാട്ടാന വിളയാട്ടം. ജനവാസ മേഖലയിൽ കാട്ടുകൊമ്പൻ. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂരിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്നു. വീടിന്റെ പൂട്ട് തകർത്ത് അകത്ത് കയറി ഉരുളിയും മറ്റു പാത്രങ്ങളും മോഷ്ടിച്ച തമിഴ്നാട് സ്വദേശികളായ 2 യുവതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആമ്പല്ലൂരിലെ ഗതാഗത കുരുക്കിൽ നിന്ന് ആംബുലൻസുകൾക്ക് വഴിയൊരുക്കാൻ ഓടുന്ന പോലീസുകാരന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു. വായനാ ദിനത്തിൽ പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ലൈബ്രറിക്ക് MLA നൽകിയ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. വിശദമായ വാർത്തയിലേക്ക്. ജലനിരപ്പ് ഉയർന്നതിനാൽ പീച്ചി ഡാം തുറന്നു. മണലി, കരുവന്നൂർ പുഴകളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. പീച്ചി ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ സാമാന്യം നല്ല രീതിയിൽ മഴ ലഭിച്ചതിനാൽ ഡാമിലേക്ക് നീരൊഴുക്ക് തുടരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഡാമിലെ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിനായാണ് വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ KSEB ചെറുകിട വൈദ്യുതി ഉൽപാദന നിലയം റിവേഴ്സ് ലൂയിസ് വഴി വെള്ളം തുറന്നുവിട്ടത്. മണലി, കരുവന്നൂർ പുഴകളിൽ നിലവിലെ ജലനിരപ്പിൽ നിന്നും പരമാവധി 20 സെന്റിമീറ്റർ കൂടി ഉയരാൻ സാധ്യതയുള്ളതിനാൽ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സണായ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. പീച്ചി ഡാമിലെ ജലനിരപ്പിന്റെ തോത് ഓരോ മണിക്കൂർ ഇടവേളകളിലും ഇറിഗേഷൻ വിഭാഗം പരിശോധിക്കും. പടിയൂർ എടതിരിഞ്ഞിയിൽ കനാലിൽ വീണ് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. അപകടം നടന്ന കോതറ പാലത്തിൽ നിന്ന് 3 കിലോമീറ്ററോളം അകലെ പെരിഞ്ഞനം പൊന്മാനിക്കുടം ഭാഗത്ത് കനോലി കനാലിൽ നിന്നുമാണ് മൃതദേഹം കണ്ടെത്തിയത്. തോട്ടുങ്ങൽ ക്ഷേത്രത്തിന് സമീപം കനാലിൽ തടഞ്ഞു നിൽക്കുന്ന നിലയിലായിരുന്നു മൃതദേഹമെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇവിടെ തെരച്ചിൽ നടത്തിയിരുന്ന ഫയർഫോഴ്സിന്റെ സ്കൂബ ടീമാണ് മൃതദേഹം കണ്ടെത്തിയത്. ബന്ധുക്കളും നാട്ടുകാരും പോലീസും മറ്റ് സ്ഥലങ്ങളിൽ തെരച്ചിൽ നടത്തിയിരുന്ന ടീമും മൃതദേഹം കണ്ട സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. കയ്പമംഗലം ചളിങ്ങാട് സ്വദേശി തോട്ടുപറമ്പത്ത് 23 വയസ്സുള്ള ഷാനവാസിനെയാണ് ബുധനാഴ്ച വൈകിട്ട് 4:30 കാണാതായത്. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ കാട്ടാന വിളയാട്ടം. ജനവാസ മേഖലയിലെത്തിയ കാട്ടുകൊമ്പൻ സ്വകാര്യ വ്യക്തിയുടെ വീടിന്റെ ഗേറ്റ് തള്ളി തുറന്ന് വീടിന്റെ മുറ്റത്തേക്ക് കയറുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. പ്രദേശത്തെ വീട്ടുപറമ്പുകളിൽ എത്തിയ കൊമ്പൻ വാഴയും തെങ്ങും പ്ലാവും ഉൾപ്പെടെയുള്ള കൃഷികൾ നശിപ്പിച്ചു. മേഖലയിൽ കാട്ടാന ഇറങ്ങുമ്പോൾ കാട് കയറ്റാനും പ്രതിരോധം തീർക്കാനും അകമല ആസ്ഥാനമായി RRT രൂപീകരിക്കണമെന്ന വർഷങ്ങളായുള്ള ജനകീയ ആവശ്യത്തിന് നാളിതുവരെയും അധികാരികളുടെ ഭാഗത്തുനിന്ന് അനുകൂല നടപടി ഉണ്ടായിട്ടില്ല. അധികൃതരുടെ അനാസ്ഥയിൽ കടുത്ത പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂരിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്നു. തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിലാണ് തുടർച്ചയായി ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നത്. ശക്തമായ മഴ പെയ്താൽ ദേശീയപാതയിൽ ഗതാഗത സ്തംഭനം ഉണ്ടാകുന്നത് പതിവ് കാഴ്ചയാണ്. കുരുക്കിന് പരിഹാരം കാണാൻ പല മാർഗവും അവലംബിച്ചിട്ടും ദേശീയപാതയിലെ കുരുക്കഴിക്കാൻ ഒന്നും ഫലപ്രദമാകുന്നില്ലെന്നാണ് യാത്രക്കാരുടെ പരാതി. വാഹനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്ന കാഴ്ചയായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ടത്. ചില സമയങ്ങളിൽ പുതുക്കാട് സെന്റർ വരെ വാഹനനിര നീണ്ടു. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. അരമണിക്കൂറിലേറെ സമയമെടുത്താണ് വാഹനങ്ങൾ ആമ്പല്ലൂർ കടക്കുന്നത്. സർവീസ് റോഡിലെ കുഴിയും വെള്ളക്കെട്ടും ഗതാഗത കുരുക്കിന് കാരണമാകുന്നുണ്ട്. വീടിന്റെ പൂട്ട് തകർത്ത് അകത്ത് കയറി ഉരുളിയും മറ്റ് പാത്രങ്ങളും മോഷ്ടിച്ച തമിഴ്നാട് സ്വദേശികളായ 2 യുവതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു.
തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപം താമസിക്കുന്ന തമിഴ്നാട് തിരുനെൽവേലി സ്വദേശികളായ മീന, നാഗമ്മ എന്നിവരാണ് പിടിയിലായത്. 17-ന് ഉച്ചയ്ക്ക് 1-ന് ഇരിങ്ങാലക്കുട തളിയക്കോണം സ്വദേശി കൂട്ടുമാകാക്കൽ അജയ്കുമാറിന്റെ വീട്ടിലാണ് പ്രതികൾ മോഷണം നടത്തിയത്. പുറത്തുപോയ അജയ്കുമാർ വീട്ടിലെത്തിയ സമയത്ത് വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് നടത്തിയ പരിശോധനയിലാണ് മോഷണം നടന്നതായി മനസ്സിലായത്. വിവരം അയൽവാസികളെ അറിയിച്ചപ്പോൾ 2 തമിഴ് സ്ത്രീകൾ അതുവഴി കടന്നു പോയതായി അറിഞ്ഞു. ഇതിനിടയിൽ ചാക്കുകെട്ടുമായി നടന്നു പോകുന്ന സ്ത്രീകളെ കണ്ട് സംശയം തോന്നിയ നാട്ടുകാർ മാപ്രാണം വർണ്ണ തിയേറ്ററിന് സമീപത്ത് തടഞ്ഞുവെച്ച് പോലീസിനെ അറിയിക്കുകയായിരുന്നു. പോലീസ് നടത്തിയ പരിശോധനയിൽ ഇവരുടെ കൈവശമുണ്ടായിരുന്ന ചാക്കിൽ നിന്ന് മോഷണ മുതലുകൾ കണ്ടെടുത്തു. SHO MS ഷാജൻ, SI PR ദിനേശ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ആമ്പല്ലൂരിലെ ഗതാഗത കുരുക്കിൽ നിന്ന് ആംബുലൻസുകൾക്ക് വഴിയൊരുക്കാൻ ഓടുന്ന പോലീസുകാരന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു. പാലക്കാട് മുട്ടിക്കുളങ്ങര AR ക്യാമ്പിലെ മണികണ്ഠനാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ കയ്യടി നേടുന്നത്. കഴിഞ്ഞ ദിവസം തൃശൂരിൽ നിന്ന് എറണാകുളത്തെ ആശുപത്രിയിലേക്ക് രോഗിയുമായി പോയ ആംബുലൻസ് ഡ്രൈവറാണ് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. ഇഴഞ്ഞു നീങ്ങുന്ന വാഹനങ്ങൾക്കിടയിലൂടെ വിസിലടിച്ച് ഓടി നടന്ന് ആംബുലൻസുകൾക്ക് വഴിയൊരുക്കുകയാണ് മണികണ്ഠൻ. ദിനംപ്രതി 20-ലേറെ ആംബുലൻസുകൾക്കാണ് മണികണ്ഠൻ വഴിയൊരുക്കുന്നത്. പാലക്കാട് കോട്ടായി സ്വദേശിയായ മണികണ്ഠൻ 3 മാസം മുൻപാണ് പോലീസിൽ ചേർന്നത്. ഒരാഴ്ച മുൻപ് പുതുക്കാട് സ്റ്റേഷനിലെത്തിയ മണികണ്ഠന് ആമ്പല്ലൂരിലെ ഗതാഗത നിയന്ത്രണത്തിനായിരുന്നു ചുമതല. ഇന്ന് രാവിലെ കൂടി ഞാൻ അപ്പോളോ ഹോസ്പിറ്റലിൽ പോയതാണ്. ഇത് തന്നെയാണ് അവസ്ഥ. രാവിലെ ആളുകൾ വഴി ക്ലിയർ ആക്കി വന്നു. ആമ്പല്ലൂരിലെ ഗതാഗത കുരുക്ക് കണ്ട് ആദ്യമൊന്ന് പകച്ചുപോയെങ്കിലും ജീവനം കൊണ്ട് പാഞ്ഞുവരുന്ന ആംബുലൻസുകളെ വേഗത്തിൽ കടത്തിവിട്ടു തുടങ്ങിയതോടെ ജോലി ആവേശമായി മാറിയതായും മണികണ്ഠൻ പറഞ്ഞു. ജോലിയിൽ ചുരുങ്ങിയ കാലത്തെ പരിചയമുള്ളുവെങ്കിലും തഴക്കം വന്നൊരാൾ ചെയ്യുന്ന രീതിയിലാണ് മണികണ്ഠന്റെ ഗതാഗത നിയന്ത്രണം. കർഷക കുടുംബത്തിലെ അംഗമായ മണികണ്ഠൻ പ്ലംബിംഗ് ഉൾപ്പെടെയുള്ള പല ജോലികളും ചെയ്തിട്ടുണ്ട്. ദിവസം 6 മണിക്കൂർ ജോലിയിലെ ഓട്ടപ്പാച്ചിലിനിടയിൽ വിശ്രമിക്കാൻ പോലും ഈ 33-കാരൻ നിൽക്കാറില്ല. ആമ്പല്ലൂരിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിലെ മികവിനെ പ്രശംസിക്കുന്നവരോടായി ഇത് തന്റെ ജോലിയുടെ ഭാഗമല്ലേ എന്ന പാലക്കാട്ടുകാരന്റെ എളിമ കലർന്ന മറുപടി മാത്രം. വായനാ ദിനത്തിൽ പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ലൈബ്രറിക്ക് MLA നൽകിയ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. പുതുക്കാട് MLA പ്രത്യേക ഫണ്ടിൽ നിന്ന് അനുവദിച്ച 10,000 രൂപയുടെ പുസ്തകങ്ങളാണ് MLA KK രാമചന്ദ്രനിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഏറ്റുവാങ്ങിയത്. തുടർന്ന് വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കുമായി വായനാ മത്സരവും ക്യൂസ് മത്സരവും നടത്തി. വിജയികൾക്ക് MLA സമ്മാനം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, MK ശൈലജ ടീച്ചർ, NM പുഷ്പാകരൻ, രാജൻ നെല്ലായി, കൃഷ്ണൻ സൗപർണിക, K സുധാകരൻ, ലൈബ്രറിയൻ കമല MK എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 55 രൂപ കുറഞ്ഞു. ഗ്രാമിന് 9,210 രൂപ, പവന് 73,680 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജലനിരപ്പ് ഉയർന്നതിനാൽ പീച്ചി ഡാം തുറന്നു. മണലി, കരുവന്നൂർ പുഴകളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം.
പടിയൂർ എടതിരിഞ്ഞിയിൽ കനാലിൽ വീണ് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ കാട്ടാന വിളയാട്ടം, ജനവാസ മേഖലയിൽ കാട്ടുകൊമ്പൻ. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂരിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്നു. വീടിന്റെ പൂട്ട് തകർത്ത് അകത്ത് കയറി ഉരുളിയും മറ്റു പാത്രങ്ങളും മോഷ്ടിച്ച തമിഴ്നാട് സ്വദേശികളായ 2 യുവതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആമ്പല്ലൂരിലെ ഗതാഗത കുരുക്കിൽ നിന്ന് ആംബുലൻസുകൾക്ക് വഴിയൊരുക്കാൻ ഓടുന്ന പോലീസുകാരന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു. വായനാ ദിനത്തിൽ പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ലൈബ്രറിക്ക് MLA നൽകിയ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. ഈ വാർത്തയുടെ പുനർസംപ്രേഷണം വൈകിട്ട് 3-നും 4:30-നും 6:30-നും ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.